നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ നാടകം. ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത ശേഷം മന്ത്രിമാരുടെ മറുപടി കേൾക്കാതെ സഭ വിട്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ നേതാവിന്റെ നടപടിയെ മന്ത്രി പി രാജീവ് പരിഹസിച്ചു. അടിയന്തര പ്രമേയത്തിന്റെ വാക്കൗട്ടിൽ മന്ത്രിമാരെ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി രാവിലെ. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭാ നടപടികളുമായി മന്ത്രിമാർ സംസാരിക്കില്ല. ധനാഭ്യർത്ഥന ചർച്ചയിൽ മന്ത്രിമാർ മറുപടി പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടെ ഏവരും കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. സർ, ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ഇതൊരിക്കലും ആവർത്തിക്കാതിരിക്കുകയാണ്. ഞങ്ങൾ മന്ത്രിമാരുടെ മറുപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഡിമാൻഡിന്റെ മുകളിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾ വളരെ സീരിയസ് ആയ കൺസേണും അവിടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ മറുപടി കേൾക്കണമെന്നാണ് ചെയർ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അത് ബഹിഷ്കരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശേഷം മന്ത്രിമാരുടെ മറുപടി കേൾക്കാതെയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് വൈകിട്ട് ഇറങ്ങിപ്പോയത്. അതിന് മന്ത്രി പി രാജീവിന്റെ മറുപടി ഇങ്ങനെ: പ്രതിപക്ഷം ഇല്ലാത്ത സഭയിലാണല്ലോ മറുപടി പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും രാവിലെ പറഞ്ഞതും ഘടകവിരുദ്ധമാണ്. രാവിലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ മന്ത്രിമാരെ ഈ സഭയിൽ സംസാരിക്കാനേ അനുവദിക്കില്ല എന്നായിരുന്നു. ഇതാണ് ആ അനുവദിക്കാത്ത രീതി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. രാവിലെ പ്രഖ്യാപിച്ചതാണ് മന്ത്രിമാർ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ്. പക്ഷെ വൈകുന്നേരമായപ്പോൾ മാറി നിങ്ങൾ യഥേഷ്ടം പ്രസംഗിച്ചോ, ഞങ്ങൾ പറഞ്ഞതൊക്കെ തുറന്നു കാണിക്കുന്നത് താങ്ങാനുള്ള കരുത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോയിരിക്കുകയാണ്. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.